ത്രിയേക ദൈവത്തിൻ്റെ അതിവലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാനപ്പെട്ട റമ്പാച്ചൻ, കർത്താവിൽ പ്രിയ വൈദിക ശ്രേഷ്ഠരെ, സിസ്റ്റേഴ്സ്, വിശ്വാസികളായ ഏവർക്കും ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. പരിശുദ്ധ നോമ്പിൻ്റെ തീവ്രതയേറിയ ദിനങ്ങളിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുകയാണ്. ലോകജീവിതത്തിൽ ഏതൊരു ക്രൈസ്തവനെ സംബന്ധിച്ചും പരിശുദ്ധ നോമ്പ് വർജനത്തിൻ്റെയും ആർജനത്തിൻ്റെയും കാലഘട്ടമാണ്. ചിലത് നാം വർജിക്കുകയും ചിലത് ആർജിക്കുകയും ചെയ്യുന്ന കാലഘട്ടം. ശാരീരികമായ ഭക്ഷണം മാത്രമല്ല നാം വർജിക്കേണ്ടത്. ലോകപരമായി ദൈവഹിതത്തിനെതിരായി നാം സൃഷ്ടിച്ചെടുത്തിരിക്കുന്ന ചില ജീവിത സ്വഭാവങ്ങളെ വർജിക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനോടൊപ്പം തന്നെ ദൈവസന്നിധിയിൽ നിന്ന് ചിലത് ആർജിച്ചെടുക്കുവാനും നമുക്ക് ഈ പരിശുദ്ധ നോമ്പ് മുഖാന്തരമാകണം. നോമ്പിലെ പരിശുദ്ധ ദിനങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ നാം ശ്രദ്ധിച്ചാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കും, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രവാചകന്മാരും പിതാക്കന്മാരും ഒക്കെ എപ്രകാരം ജീവിച്ചുവോ അവരുടെ ജീവിത സന്ദർഭങ്ങളിൽ അവർ പരിശുദ്ധ നോമ്പിലൂടെ ആർജിച്ചെടുത്തത് അത് ആർജിച്ചെടുക്കുവാനാകുന്നു പരിശുദ്ധ സഭ നമ്മെയും പഠിപ്പിക്കുന്നത്. സങ്കീർത്തനക്കാരൻ തൻ്റെ സങ്കീർത്തനങ്ങളിൽ ഉടനീളം ലോകജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവത്തിൽ നമ്മുടെ ജീവിതത്തെ എപ്രകാരം നയിക്കണമെന്ന് ഓർപ്പിക്കുന്നുണ്ട്. 119 സങ്കീർത്തനം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങളിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം ദൈവത്തോട് അപേക്ഷിക്കുന്നുണ്ട്: യഹോവേ, നിന്റെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ, ഞാൻ അതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ നിന്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ, ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായുമാറാകണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയന് നിവർത്തിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നയെ എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. സങ്കീർത്തനക്കാരൻ തൻ്റെ പ്രാർത്ഥനയിൽ ഇവിടെ ഓർമ്മിപ്പിക്കുന്നത് ലോകപരമായ ജീവിത അവസ്ഥകളിൽ മനുഷ്യന് ആവശ്യമുള്ള അവൻ്റെ ബുദ്ധിയും ശക്തിയും ഭക്തിയുമൊക്കെ ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാകുന്നുവെന്ന് വ്യക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ ലോകജീവിതത്തിൽ നാം ആയിരിക്കുമ്പോൾ, അത് നോമ്പിൻ്റെ കാലഘട്ടത്തിലാകട്ടെ ജീവിത സാഹചര്യങ്ങളിലാകട്ടെ, പലപ്പോഴും നാം ഇത് വിസ്മരിച്ച് പോകാറുണ്ട്. എന്നാൽ പരിശുദ്ധ നോമ്പിൻ്റെ അനുഭവം അത് ദൈവസന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടതാകുന്നു. നാം ദിനംതോറും പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ നടത്തുന്നതൊക്കെ അത് പരിപൂർണമായി തീരണമെങ്കിൽ ദൈവ കൽപ്പനകളെ പാലിക്കുവാനും ദൈവ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ബുദ്ധിയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനക്കാരൻ 2 പ്രധാന കാര്യങ്ങളാണ് ഈ പ്രാർത്ഥനകളിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒന്ന്, സ്വന്തം പരിമിതികളെക്കുറിച്ച് ഞാനും നിങ്ങളുമൊക്കെ അവബോധമുള്ളവരായിരിക്കണമെന്ന് ഓർപ്പിക്കുന്നുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോഴും പ്രാർത്ഥനകൾ നടത്തുമ്പോഴുമൊക്കെ നാം ഇത് ചിന്തിക്കാറില്ല. എന്നാൽ സ്വന്തം പരിമിതികളെക്കുറിച്ച് അവബോധമുള്ളവന് മാത്രമേ ഹൃദയം തുറന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ നോമ്പ് കാലഘട്ടങ്ങളിലെ പ്രാർത്ഥനകളിൽ ഉടനീളം നാം ശ്രവിക്കുന്നുണ്ട്. ബോവൂസോ പ്രാർത്ഥനയിൽ ദിനംതോറും നാം ചൊല്ലുമ്പോൾ അതിൻ്റെ അവസാന ഖണ്ഡികയിൽ മോശയുടെ ജീവിതത്തെപ്പറ്റി അവിടെ പറയുന്നുണ്ട്. മോശയുടെ പ്രാർത്ഥനയും നോമ്പും കർത്താവിൻ്റെ സന്നിധിയിൽ ഇമ്പകരമായി തീർന്നതുപോലെ ഞങ്ങളുടെ നോമ്പും നമസ്കാരവും നിന്റെ സന്നിധിയിൽ ഇമ്പകരമായി തീരണമേ.
സ്വന്തം പരിമിതികളെക്കുറിച്ച് അവബോധമുള്ളവനായിരുന്നതുകൊണ്ടാണ് മോശയുടെ നോമ്പും പ്രാർത്ഥനയും ഒക്കെ ദൈവസന്നിധിയിൽ ഇമ്പകരമായി തീരുന്നത്. മോശ പ്രതിസന്ധികൾ ജീവിതത്തിൽ നേരിടുമ്പോൾ അവയെ തരണം ചെയ്യുന്നത് ലോകപരമായ ബുദ്ധികൾ കൊണ്ടോ ലോകപരമായ ശക്തികൾ കൊണ്ടോ അല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയിച്ചാകുന്നുവെന്ന് വേദവചനം വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ സ്വന്തം പരിമിതികളെക്കുറിച്ച് നമുക്ക് അവബോധമുണ്ടായിരിക്കണം. എനിക്ക് അസാധ്യമാകുന്നത്, എനിക്ക് സാധിക്കാത്തത് ചെയ്യുവാൻ കഴിയുന്ന ദൈവസന്നിധിയിലാകുന്നു എൻ്റെ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുന്നതെന്നുള്ള അവബോധത്തോടെ ജീവിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. മിസ്രൈമിൽ നിന്ന് ഓടിപ്പോകുന്ന മോശ, മിസ്രൈമിലെ ഭയന്ന് ഓടിപ്പോകുന്ന മോശ തൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന സന്ദർഭങ്ങളിൽ കർത്താവിൻ്റെ വിശുദ്ധ പർവ്വതത്തിലേക്ക് അവൻ കയറി ചെല്ലുമ്പോൾ ദൈവം അവനോട് ആജ്ഞാപിക്കുന്നുണ്ട്, നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന്. പ്രിയമുള്ളവരെ, ലോക ജീവിതത്തിൽ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും ചില ചെരുപ്പുകൾ അണിഞ്ഞുകൊണ്ടാണ് നടന്നു വരുന്നത്. ശാരീരികമായി നാം ഉപയോഗിക്കുന്ന ചെരുപ്പുകളല്ല, മറിച്ച് ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന സമ്പത്തുക്കളാകട്ടെ, ഭൗതികമായ സുഖസൗകര്യങ്ങളാകട്ടെ, ഇവയൊക്കെ അതിൻ്റെ മോടിയും അതിൻ്റെ അഹങ്കാരത്തിലുമൊക്കെ നാം കടന്നു വരുമ്പോൾ ദൈവം നമ്മയും ഓർപ്പിക്കുന്നുണ്ട്, നിങ്ങളുടെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്നവനല്ല ദൈവമെന്ന്. നിന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുവാൻ മോശയോട് ആവശ്യപ്പെടുമ്പോൾ മോശയ്ക്ക് സ്വന്തം പരിമിതികളെക്കുറിച്ച് അവബോധമുള്ളവൻ ആയിരുന്നത് കൊണ്ടാണ് മോശ സ്വന്തം കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുന്നത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ നോമ്പ് മോശയ്ക്ക് അനുഗ്രഹങ്ങൾ ലഭിച്ചതുപോലെ നമുക്കും അനുഗ്രഹങ്ങളുടെ കാലഘട്ടമായി തീരണമെങ്കിൽ നാമും ചില ചെരുപ്പുകൾ അത് അഴിച്ചു കളഞ്ഞ് ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ലോകപരമായി മനുഷ്യന് ലഭിക്കുന്ന സുഖങ്ങളോ സമ്പത്തുക്കളോ സുഖസൗകര്യങ്ങളോ ഒന്നും ദൈവത്തെ കടത്തിവെട്ടുന്നതല്ല. ദൈവത്തിൻ്റെ പരിമിതികളെ ചോദ്യം ചെയ്യുവാൻ ഇടയാകുന്നതായി തീരരുതെന്നുള്ള അവബോധത്തിൽ ദൈവസന്നിധിയിൽ നിൽപ്പാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് മോശയുടെ ജീവിതത്തെ പറ്റി പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടി കഷ്ടത അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. തൻ്റെ ജീവിതത്തിൽ സ്വന്തം പരിമിതികൾക്കുള്ളിൽ നിർത്തുവാൻ സാധിക്കാത്തവനാണ് ദൈവമെന്നുള്ള തിരിച്ചറിവ് മോശയ്ക്ക് ലഭിച്ചപ്പോൾ അവൻ ദൈവസന്നിധിയിൽ ദൈവജനത്തോടൊപ്പം കഷ്ടത അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്ന് വേദവചനം വ്യക്തമാക്കുകയാണ്. പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടം നമുക്കത്ര സുഖ സൗകര്യമുള്ള കാലഘട്ടമല്ല. പ്രയാസങ്ങളും വേദനകളും കഷ്ടതകളുമൊക്കെ ജീവിതത്തിൽ നേരിടുന്ന സന്ദർഭമാകുന്നു പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു തമ്പുരാനോടൊപ്പം കഷ്ടത അനുഭവിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ? അതോ പരിമിതികൾക്കുള്ളിൽ പരിമിതിയില്ലാത്തവനായ ദൈവത്തെ മറച്ചു വെക്കുവാനാകുന്നുവോ ഞാനും നിങ്ങളും ശ്രമിക്കുന്നതെന്ന് നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. രണ്ടാമത് സങ്കീർത്തനക്കാരൻ ഇവിടെ പ്രാർത്ഥനയിൽ ഓർപ്പിക്കുന്നത് ദൈവ സംസർഗം ജീവിത അനുഭവമാക്കി മാറ്റുവാനായിട്ട് സാധിക്കണം എന്നുള്ള സന്ദേശമാകുന്നു. ദൈവ സംസർഗം ജീവിതം അനുഭവമാക്കി മാറ്റുന്നവന് മാത്രമേ തൻ്റെ ജീവിത പ്രതിസന്ധി ഘട്ടങ്ങളിലും തൻ്റെ ജീവിതത്തിലെ നല്ല കാലങ്ങളിലും ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് വേദവചനം വ്യക്തമാക്കുന്നു. സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നുണ്ട്, വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴിയിൽ എന്നെ ജീവിപ്പിക്കണമേ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യത്തിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ചായ്മാറാകണമേ. പ്രിയമുള്ളവരെ, ദൈവ സംസർഗം ഉള്ളവന് മാത്രമേ ദൈവസന്നിധിയിൽ വ്യാജമായ ജീവിത സന്ദർഭങ്ങളെ വരുമ്പോൾ ദൈവസന്നിധിയിലേക്ക് തൻ്റെ കണ്ണുകളെ നോക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ലോകത്ത് ദുരാദായം നേടിയെടുക്കുന്നതല്ല ദൈവ ഇഷ്ടം. ദുരാദായത്തിലേക്ക് തിരിയാതിരിക്കുവാൻ
എൻ്റെ ഹൃദയം ദൈവമേ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ദൈവ സംസർഗമുള്ള ജീവിതമാകുന്നു നമ്മുടെ പ്രാർത്ഥനയുടെയൊക്കെ അടിസ്ഥാനമെന്ന് വേദവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. മോശയുടെ ജീവിതം അത് പരിശുദ്ധ നോമ്പിൽ എല്ലാ ദിനത്തിലെ പ്രാർത്ഥനകളിലും നാം ശ്രവിക്കുന്നതാണ്. ദൈവജനത്തെ മിസ്രൈമ്യ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് അവരുമായി യാത്ര ചെയ്യുമ്പോൾ ഉടനീളം പ്രതിസന്ധികൾ മോശ നേരിടുന്നുണ്ട്. എന്നാൽ ദൈവജനത്തിന് നാശം വരുത്തുന്നതൊന്നും ചെയ്യുവാൻ മോശ ആഗ്രഹിക്കുന്നതായി വേദവചനം വ്യക്തമാക്കുന്നില്ല. ദൈവത്തിനെതിരായി ജനം പിറുപിറുക്കുമ്പോൾ മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ദൈവ സംസർഗം അത് നമ്മുടെ നിരന്തര ജീവിത അനുഭവമാക്കി പരിശുദ്ധ നോമ്പിലൂടെ മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ദൈവ സംസർഗം ഉള്ളവന് മാത്രമേ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തെ വിളിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവ സംസർഗമുള്ളവന് മാത്രമേ തൻ്റെ കുടുംബ ജീവിതവും വ്യക്തി ജീവിതവും ദൈവബന്ധത്തിൽ ദൈവസ്നേഹത്തിൽ നിലനിർത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് ദൈവ സംസർഗം നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാം ചിന്തിക്കുക, നാം ദിനംതോറും ആലപിക്കുന്ന പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന സ്തോത്രങ്ങളുമൊക്കെ അത് പൂർണ്ണതയുള്ളതായി തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കാതെ പോകുന്നുണ്ട്. മോശയുടെ ജീവിതം ദിനംതോറും പ്രാർത്ഥനകളിൽ നാം ആലപിക്കുമ്പോൾ ദൈവ സംസർഗം തൻ്റെ ജീവിതത്തിൽ എപ്രകാരം മോശ നിലനിർത്തിയെന്ന് നമ്മുടെ ജീവിതത്തിലും നാം ഒന്ന് വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ദൈവജനം ദൈവത്തിനെതിരായി ചിന്തിച്ചുകൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അതിനെ നമസ്കരിക്കുവാൻ ഒരുങ്ങുമ്പോൾ അതിനെ തച്ചുടച്ചുകൊണ്ട് മോശ ദൈവസന്നിധിയിൽ ചെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവമേ, ഈ ജനം മഹാപാതകം ചെയ്ത് പൊന്നുകൊണ്ട് തങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളയണമേ എന്നാണ് മോശ പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവ സംസർഗം ഉള്ളവന് മാത്രമേ ദൈവസന്നിധിയിൽ തൻ്റെ ജീവിതത്തിൽ താൻ ഏർപ്പെടുന്ന മേഖലകളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവ സംസർഗം ഉള്ളവന് മാത്രമേ തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി, തന്നെ ദ്വേഷിക്കുന്നവർക്ക് വേണ്ടി, ദൈവഹിതത്തിനെതിരായി ചിന്തിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ നോമ്പിൻ്റെ കാലയളവ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവ സംസർഗത്തെ ഉണർത്തുവാൻ ഉണ്ടോ എന്ന് നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം, ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പടിയിറങ്ങുമ്പോൾ സൂക്ഷിക്കുക, വാച്ച് യുവർ ഫുഡ് സ്റ്റെപ്സ്. നമ്മൾ ചില പടിയിറക്കങ്ങൾ ഇവിടെ നടത്തുകയാണ്. ദൈവസന്നിധിയിലേക്കുള്ള ചില പടിയിറക്കങ്ങൾ നാം നടത്തുമ്പോൾ, ആ പ്രാർത്ഥനകളാകുന്ന പടികളിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോൾ നാം വീണുപോകാതെ സൂക്ഷിക്കുവാനായിട്ട് നമുക്ക് തന്നെ സാധിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ നോമ്പിൻ്റെ ജീവിത കാലഘട്ടത്തിൽ നാം ആലപിക്കുന്ന പ്രാർത്ഥനകളിൽ അതിൽ നിന്ന് ഉത്തേജനം നമുക്ക് ലഭിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ മോശയെ പോലെ നമ്മുടെ ജീവിതവും നമ്മുടെ നോമ്പും അനുഗ്രഹപൂർണമായി തീരുവാനിടയാകണം. മോശയുടെ ജീവിതത്തെ സങ്കീർത്തനക്കാരൻ വിവരിക്കുന്ന പ്രാർത്ഥനകളിലൂടെയാണ് നാം ചിന്തിച്ചത്. ഒന്ന്, പരിമിതികൾക്ക് അതീതമാണ് ദൈവമെന്നുള്ള തിരിച്ചറിവ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരിക്കണം. രണ്ടാമത്, ദൈവ സംസർഗത്തിലൂടെ അതിനെ ജീവിത അനുഭവമാക്കി മാറ്റിക്കൊണ്ട് പ്രാർത്ഥനയുടെ ജീവിത ചുറ്റുപാടുകൾ അനുഗ്രഹപൂർണമായി ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ നോമ്പ് ആദ്യം ഓർപ്പിച്ചതുപോലെ വർജനത്തിൻ്റെയും ആർജനത്തിൻ്റെയും കാലഘട്ടമാണ്. ചിലത് നാം ദൈവസന്നിധിയിൽ ലോകപരമായി നിർമ്മിച്ചത് വർജിക്കുമ്പോൾ ദൈവസന്നിധിയിൽ നിന്ന് ആർജിച്ചെടുത്തുകൊണ്ടാണോ ഞാനും നിങ്ങളും മുന്നേറുന്നതെന്ന് നമ്മുടെ ജീവിതങ്ങളെ തന്നെ ഒന്ന് വിചിന്തനം ചെയ്യുക. മോശയുടെ പ്രാർത്ഥനയും നോമ്പും ദൈവസന്നിധിയിൽ അനുഗ്രഹപൂർണമായി തീർന്നതുപോലെ നമ്മുടെ നോമ്പും പ്രാർത്ഥനകളും ദൈവസന്നിധിയിൽ അനുഗ്രഹപൂർണമായി തീരുവാൻ ഈ പരിശുദ്ധ നോമ്പിൻ്റെ കാലഘട്ടം നമുക്കും മുഖാന്തരമായി തീരട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നമ്മെ ഏവരെയും അതിന് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.